2013 കോഴിക്കോട് ബിലാത്തിക്കുളത്തെ അതിഥി എസ് എന്ന നമ്പൂതിരി എന്ന 7 വയസ്സുകാരിയുടെ കൊലപാതകം നടന്നത്. അതിൽ അവരുടെ രണ്ടാനമ്മയും അച്ഛനും പ്രതികളാണ്. അവരെ ഇപ്പോൾ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. 2013 ഏപ്രിലാണ് സംഭവം. ആ നാട്ടുകാരൊക്കെ ഇപ്പോൾ എനിക്കൊപ്പമുണ്ട്. എന്താ ശരിക്കും എന്ന് സംഭവിച്ചത്? ശിക്ഷാവിധിയെ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു അമ്മ എന്ന നിലയിൽ പറയാനുള്ള അവർക്ക് ശരിക്കും ഈ ശിക്ഷ കൊടുത്താൽ പോരെ. മാക്സിമം അവർ എന്ത് ശിക്ഷയാണോ അവർക്ക് കൊടുക്കാൻ പറ്റുക അത് കൊടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനും ഒരമ്മയാണ്. സ്വന്തം അമ്മ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ ഒരു രണ്ടാനമ്മ വരുമ്പം ഒരു കുട്ടിയോട് കാണിക്കുന്ന ക്രൂരത, ഒപ്പം ആ കുട്ടിയുടെ സ്വന്തം പിതാവും അതിന് കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ നാട് എവിടേക്കാ പോണേന്നുള്ളത് മനസ്സിലാവണില്ല. സുബ്രഹ്മണ്യൻ നമ്പൂതിരി അടക്കമുള്ള ഇവരുടെ അച്ഛനൊക്കെ പറഞ്ഞിരുന്നത് എന്തോ ഭക്ഷണം കഴിച്ചോ, ഭക്ഷണത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ ആയിരുന്നു അല്ലേ? അതെ, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അത് കളവായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കുട്ടിയുടെ വയറ്റിൽ നിന്ന് പച്ചമാങ്ങയാണ് കിട്ടിയത്. ആ പച്ചമാങ്ങയും വെള്ളവുമാണ് കുട്ടി കുടിച്ചിരുന്നത് 2-3 ദിവസങ്ങളായിട്ട്. പട്ടിണിക്കിട്ടിട്ട് തന്നെയാണ് കൊന്നിരിക്കുന്നത്. അടിച്ചിട്ടും പട്ടികയെടുത്തെല്ലാം അടിച്ചിട്ടാണ് കൊന്നിരിക്കുന്നത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സ്കൂളിന് അധ്യാപകരെ കുട്ടി അറിയിച്ചിരുന്നു ഇങ്ങനെ മർദ്ദനമുള്ളത്. സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് ചോദിച്ചെങ്കിലും അതൊന്നും ഒരു തെളിവാക്കാൻ സാധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ആ കുട്ടി അന്ന് രാത്രി മരണപ്പെടാനുള്ള സാധ്യത. സ്കൂളിൽ കുട്ടികളൊക്കെ ചോദിച്ചപ്പോൾ അവൾ ഒന്നും പറയുന്നില്ല ആ കുട്ടി എന്താ ചെയ്തതെന്നുള്ളത്. അപ്പം ഇവരെ എന്തിനു വിട്ടു എന്നുള്ളതാ ജയിലിന്. ഇത്രയും ക്രൂരമായിട്ട് ഒരു നമ്പൂതിരിയായി അമ്പലത്തിലെ വിട്ടു. രണ്ടാമത് ഉള്ളിൽ ആക്കിയത് അവരെ ഒരിക്കലും വിടരുത് പുറത്തേക്ക്. ഇയാളെ ഭാര്യ കൺവേർട്ട് ചെയ്ത മുസ്ലിം ഈ വിഗ്രഹങ്ങൾ കക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഏതൊക്കെയോ അമ്പലങ്ങളിലൊക്കെ പോയി വിഗ്രഹം കട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്ത്രീ വന്ന് കുറെ കല്യാണമൊക്കെ കഴിച്ച സ്ത്രീ എന്നാണ് കേട്ടത്. എന്നിട്ട് ഇവിടെ ഇല്ലേ നമ്പൂതിരി, അതാണ് അമ്പലം. നമ്പൂതിരിനെ കല്യാണം കഴിച്ചു. അയാൾ ഈ സ്ത്രീയിൽ അടിമപ്പെട്ടു പോയി. അതാ സത്യത്തിൽ ജീവപര്യന്തം പോരാ. ശരിക്കും അവർ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെയുള്ളൊരു ശിക്ഷയാണ് ശരിക്കും വേണ്ടിയിരുന്നത്. അതാണ് ഇവിടെ പൊതുവെ ജനങ്ങളുടെ ഒരു അഭിപ്രായം. അതാണ് ജീവപര്യന്തം തടവ് ശിക്ഷ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷേ കുറെ കൂടെ വലിയ ശിക്ഷ വേണമെന്നൊക്കെ അവർ വളരെ വൈകാരികമായി പറയുന്നുണ്ട്. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.